സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ 15% ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും 5% സെസ്സുമാണ് വർദ്ധിപ്പിച്ചത്. സ്വർണത്തിന് വില കുത്തനെ ഉയരും. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം വേണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തീരുവ ഉയർത്തിയിരിക്കുന്നത്. നോബൽ മാരിക്കാരനും അർജുൻ മട്ടന്നൂരും ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം നോബലിലേക്ക് പോവുകയാണ്. നോബൽ, പ്രധാനമന്ത്രി പറഞ്ഞത് അടുത്ത ഒരു വർഷത്തേക്ക് അത്യാവശ്യമല്ലെങ്കിൽ സ്വർണം വാങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ തന്നെ ഈ ഇറക്കുമതി തീരുവ കൂടിയേക്കുമെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കുത്തനെ സ്വർണ്ണവില ആനുപാതികമായി ഉയരാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ? സുധി, രാജ്യത്ത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് തൽക്കാലം നിർത്തിവെക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിർദ്ദേശമായി നൽകിയത്. അത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് പെട്രോൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വില നൽകി ഇറക്കുമതി ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ വിദേശ നാണയത്തിൻ്റെ ചെലവ് ഒഴുക്ക് കൂടും. അത് തടയുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. എന്താണെങ്കിലും സ്വർണ്ണവിലയിൽ ഇപ്പോൾ 15% വർധനവാണ്. എക്സൈസ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും അതോടൊപ്പം തന്നെ 5% സെസ്സുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിക്ക് സമാനമായി തന്നെ വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നു. 6%ാണ് ഇപ്പോൾ ഈ 15%ത്തേക്കുള്ള വലിയ വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നിലവിലത്തെ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ വിദേശ നാണ്യം സംരക്ഷിക്കുക എന്ന ഭാഗമായി തന്നെയാണ് ഇങ്ങനെ നടപടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വിദേശത്ത് നിന്നടക്കം ആളുകൾ കൂടുതൽ സ്വർണം വാങ്ങുമ്പോൾ കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യേണ്ടി വരും. അത്തരത്തിൽ വിദേശ നാണ്യ വിനിമയം നടക്കും. അത് വലിയ തരത്തിൽ നിലവിലത്തെ പ്രതിസന്ധിക്ക്, പ്രത്യേകിച്ച് വിദേശ നാണ്യ കരുതലിന് തിരിച്ചടിയായി മാറും. ആ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇത് വലിയ തരത്തിൽ സ്വർണ്ണവിലയിൽ വലിയ വർധനവുണ്ടാകാൻ കാരണമാകും. ശരി, നോബിളാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അർജുൻ മട്ടന്നൂർ കൂടി ഉണ്ട് നമുക്കിപ്പം. അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മോദി പറഞ്ഞ ഓരോ വിഷയങ്ങളിലും ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ പെട്രോളും ഡീസലും ഒക്കെ പരമാവധി ഉപഭോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്രോൾ ഡീസൽ 5 രൂപ വരെയൊക്കെ വില വർദ്ധിക്കാൻ പോകുന്നു. ഗാർഹിക സിലിണ്ടർ 50-60 രൂപ വരെ വില വർദ്ധിക്കുമെന്ന് കേൾക്കുന്നു. ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില കുത്തനെ ഉയരാൻ പോകുന്നു. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടിയാണെന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നു. അപ്പോൾ ഈ ജനജീവിതത്തെ, വിപണിയെ എങ്ങനെ ഇത്തരത്തിലുള്ള ഈ വിലവർധന ബാധിക്കും അർജുൻ? ഷിഹാസ്, ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടുകൂടി വലിയ തോതിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ആകെ ഈ സെസ് അടക്കം 15%-ഓളം നികുതി വർദ്ധിപ്പിച്ചതോടുകൂടി ഏതാണ്ട് 9%-എങ്കിലും സ്വർണ്ണവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്വർണ്ണവില ഉയരുകയും ചെയ്തിരുന്നു. നിലവിൽ ഗ്രാമിന് 14,115 രൂപയാണ് സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില. പവന് 1,12,920 രൂപയും വിലയാണ്. ഇന്നലെ ഒരു പവന് 400 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ മാസത്തെ ഏറ്റവും വലിയ വിലയിലേക്ക് സ്വർണം എത്തുകയും ചെയ്തത്. നേരത്തെ ഈ വർഷം ആദ്യം ജനുവരി പകുതിയോടുകൂടി സ്വർണ്ണവില ഏതാണ്ട് 1,31,000-ലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം സ്വർണ്ണവില താഴേക്ക് പോവുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിലായിരുന്നു അന്ന് വില വർദ്ധിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതാ നികുതി വർദ്ധിപ്പിച്ചതൊരു കാരണം വീണ്ടും സ്വർണ്ണവില ഉയരാൻ പോവുകയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ സ്വർണ്ണവില എത്രത്തോളം ഉയരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷേ വലിയ മാറ്റം, അതായത് 9%-ഓളം എങ്കിലും മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.